Students, welcome back to my class. So today we are going to the next unit, that is immunoglobulins. So what are immunoglobulins? Okay, നമുക്ക് നോക്കാം എന്താണ് immunoglobulins എന്ന് പറഞ്ഞാൽ. So antibodies are often termed as immunoglobulins and they are glycoproteins. ശരിക്കും ആൻറ്റിബോഡീസിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, immunoglobulins എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് ആൻറ്റിബോഡീസ് തന്നെയാണ് ആൻഡ് ദെയർ ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ്. എന്താണ് ആൻറ്റിബോഡീസിൻ്റെ അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസിൻ്റെ ഫംഗ്ഷൻ? അവർ എന്ത് ചെയ്യുന്നു? അവർ ആൻറ്റിജനായിട്ട് ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദേ ബൈൻഡ് ടു ആൻറ്റിജൻസ് വിത്ത് ഹൈ സ്പെസിഫിസിറ്റി ആൻഡ് അഫിനിറ്റി. അവർ കറക്റ്റ് സ്പെസിഫിക് ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത് ഓരോ ആൻറ്റിജനായിട്ട് ആൻഡ് ഓൾസോ അഫിനിറ്റി ഉണ്ട്. ആൻഡ് ദാറ്റ് മീൻസ് ദേ ഹോൾഡ് ഓൺ ടൈറ്റ്ലി. ഓക്കെ, they are molecules originally identified in the serums which are also referred to as immunoglobulins and a term often used interchangeably. ഓക്കെ, ഇനി ഹ്യൂമൻസിൽ പറയുകയാണെങ്കിൽ 5 കെമിക്കലി ഡിഫറെൻറ്റ് ആൻഡ് ഫിസിക്കലി ഡിസ്റ്റിങ് ക്ലാസ്സസ് ഓഫ് ആൻറ്റിബോഡീസ് കാണുന്നുണ്ട്. ഏതൊക്കെയാണത്? IgG, IgA, IgE, IgD ആൻഡ് IgM. അങ്ങനെ 5 ക്ലാസ്സസ് ഓഫ് ആൻറ്റിബോഡീസ് ആണ്, ഡിസ്റ്റിങ് ക്ലാസ്സസ് ഓഫ് ആൻറ്റിബോഡീസ് ആണ് എന്തിൽ കാണുന്നത്? ഹ്യൂമൻസിൽ കാണുന്നത്. ഏതൊക്കെയാണ്? IgG, IgA, IgD, IgE ആൻഡ് IgM. അപ്പോൾ അത്ര 5 കാണുന്നത്. ഇനി എന്താണ് ആൻറ്റിബോഡിക്ക്? ആൻറ്റിബോഡി സ്ട്രക്ചർ നോക്കാം, അതിൻ്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നോക്കുകയാണെങ്കിൽ ഇതാണ് സ്ട്രക്ചർ ഓഫ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? ഇത് അമിനോ ടെർമിനൽ എൻഡ് ആണ് ആൻഡ് ദിസ് ഈസ് ദ കാർബോക്സി ടെർമിനൽ എൻഡ്. ഈ പോർഷൻ നമുക്ക് എന്ത് പറയാം? ഇത് കാർബോക്സി ടെർമിനൽ എൻഡ് ആണ് ആൻഡ് ദിസ് ഈസ് ദ അമിനോ ടെർമിനൽ എൻഡ് അല്ലെങ്കിൽ എൻ ടെർമിനൽ ആണ്. ദിസ് ഈസ് ദ സി ടെർമിനൽ, അതായത് കാർബോക്സി ടെർമിനൽ എൻഡ്. അതാദ്യം മനസ്സിലാക്കാം. പിന്നെ കാണുന്നത് എന്താണ്? All antibodies have the same basic form, that is 4 polypeptide chain units, 4 polypeptide chain units ആണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4 polypeptide chain കാണുന്നില്ലേ? 2 ലൈറ്റ് ചെയിൻ കാണുന്നുണ്ട്, 2 ഹെവി ചെയിൻ കാണുന്നുണ്ട് അല്ലേ? ഇത് രണ്ടും എന്താണ്? ഹെവി ചെയിൻ ആണ്. അതുപോലെ തന്നെ ഇതും എന്താണ്? ലൈറ്റ് ചെയിൻസ് ആണ്. അപ്പോൾ ഒരു ഹെവി ലൈറ്റ് ചെയിൻ, ഒരു ലൈറ്റ് ചെയിൻ, ഇവിടെ ഒരു ഹെവി ചെയിൻ, ഇവിടെ വേറൊരു ഹെവി ചെയിൻ. അപ്പോൾ അങ്ങനെ 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ് കാണുന്നത്. സോ 2 ലൈറ്റ് ചെയിൻസ് അല്ലെങ്കിൽ എൽ എന്ന് പറയാം ആൻഡ് 2 ഹെവി ചെയിൻസ് എച്ച്. ഓക്കെ, ഇൻ ദ ബേസിക് യൂണിറ്റ് 1 എൽ ചെയിൻ ഇസ് ബൗണ്ട് ബൈ ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ് ആൻഡ് നോൺ കോവാലന്റ് ഇൻട്രാക്ഷൻസ് ടു 1 ഹെവി ചെയിൻ. ഒരു ലൈറ്റ് ചെയിൻ ഒരു ഹെവി ചെയിനായിട്ട് എങ്ങനെയാണ് ബൈൻഡ് ചെയ്തിട്ടുള്ളത്? ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ്. ഒരു എൽ ചെയിൻ ഒരു എച്ച് ചെയിനായിട്ട് ഒരു ഹെവി ചെയിനായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്തുള്ളത്? ഇവിടെ ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ് കാണാം അല്ലേ? ഒരു എങ്ങനെയാണ്? 1 എൽ ചെയിൻ ഇസ് ബൗണ്ട് ബൈ ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ് ആൻഡ് നോൺ കോവാലന്റ് ഇൻട്രാക്ഷൻസ് ടു 1 ഹെവി ചെയിൻ. സിമിലർലി 2 ഹെവി ചെയിൻസ് എങ്ങനെയാണ് ബൗണ്ട് ചെയ്തിട്ടുള്ളത്? ബൈ കോവാലന്റ് ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ്. ഇവിടെ 2 ഹെവി ചെയിൻസ് ലിങ്ക്, ഈ ഹെവി ചെയിനും എങ്ങനെ ലിങ്ക് ചെയ്തുള്ളത്? ഇവിടെ ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ് വഴിയാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലൈറ്റ് ചെയിനും ഹെവി ചെയിനും തമ്മിലും ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ് വഴിയാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് മനസ്സിലായല്ലോ. ആൻഡ് അത് കൂടാതെ അവിടെ വരുന്ന വേറെ ഇൻട്രാക്ഷൻസ് ആണ് നോൺ കോവാലൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോഫോബിക് ആൻഡ് ഹൈഡ്രോഫിലിക് ഇൻട്രാക്ഷൻസും വരുന്നുണ്ട്. ഓക്കെ, ഇനി ദർ ആർ 5 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹെവി ചെയിൻസ് കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? 5 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹെവി ചെയിൻസ് കാണാം. ദേ ആർ മ്യൂ, ലാംഡ, ഗാമ, എപ്സിലോൺ ആൻഡ് ആൽഫ ചെയിൻസ് വിച്ച് ഡിറ്റർമിൻ ദ ക്ലാസ് ഓഫ് ആൻറ്റിബോഡി. ഈ ഹെവി ചെയിൻസ് ആണ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്ലാസ് ഓഫ് ആൻറ്റിബോഡി, ഏത് ആൻറ്റിബോഡിയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? അപ്പോൾ 5 ആൻറ്റിബോഡീസ് ഉണ്ട് പറഞ്ഞല്ലോ. IG, M ഉണ്ട്, D ഉണ്ട്, G, E ആൻഡ് A. അപ്പോൾ ഇതിൽ ഏതാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഈ ആൻറ്റിബോഡീസ് ആണ്, അതായത് ഈ ഹെവി ചെയിൻസ് ആണ്. അതായത് മ്യൂ ആണെങ്കിൽ ഏതാണ്? M, IgM ആണ്. ഹെവി ചെയിൻ മ്യൂ ആണെങ്കിൽ IgM, ലാംഡ ആണെങ്കിൽ D, ഗാമ ആണെങ്കിൽ IgG, എപ്സിലോൺ ആണെങ്കിൽ IgE ആൻഡ് ആൽഫ ആണെങ്കിൽ ഏതാണ്? IgA റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ദർ ആർ ഓൾസോ 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൈറ്റ് ചെയിൻസ്. 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൈറ്റ് ചെയിൻസും കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? ദേ ആർ ലാംഡ ആൻഡ് കപ്പ. കപ്പയും ലാംഡയുമാണ് 2 ലൈറ്റ് ചെയിൻസ് എന്ന് പറയുന്നത്. അവരുടെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 23 kD ആണ്. ഈച്ച് ആൻറ്റിബോഡി യൂണിറ്റ് ക്യാൻ ഹാവ് ഓൺലി ലാംഡ ഓർ കപ്പ ലൈറ്റ് ചെയിൻസ് ആൻഡ് നെവർ ബോത്ത്. ഒരു ആൻറ്റിബോഡി യൂണിറ്റിൽ എന്തുണ്ടാവാം? ഒന്നുകിൽ ലാംഡ അല്ലെങ്കിൽ കപ്പ ലൈറ്റ് ചെയിൻസ് മാത്രമേ കാണുന്നുള്ളൂ, അല്ലാതെ രണ്ടും കൂടി കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചർ മനസ്സിലായി വിചാരിക്കുന്നു. എന്തായിരുന്നു സ്ട്രക്ചർ? ഒരു ആൻറ്റിബോഡിക്ക് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് കാണുന്നുണ്ട്, 2 ലൈറ്റ് ചെയിൻ കാണാം, 2 ഹെവി ചെയിൻ കാണുന്നുണ്ട്. ഈ ലൈറ്റ് ചെയിനും ഹെവി ചെയിനും തമ്മിൽ ഡൈസൾഫേറ്റ് ബോണ്ട് കാണുന്നുണ്ട്, 2 ഹെവി ചെയിൻ തമ്മിൽ ഡൈസൾഫേറ്റ് ബോണ്ട് കാണുന്നുണ്ട്. ഈ എൻഡിന് അമിനോ ടെർമിനൽ എൻഡ് അല്ലെങ്കിൽ എൻ ടെർമിനൽ എന്ന് പറയാം. ഇത് കാർബോക്സി ടെർമിനൽ അല്ലെങ്കിൽ സി ടെർമിനൽ എന്ന് പറയാം. പിന്നെ എന്ത് കാണാം? ഹെവി ചെയിൻസ് എങ്ങനെ കാണുന്നുണ്ട്? ഹെവി ചെയിൻസ് 5 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹെവി ചെയിൻസ് ആണ് കാണുന്നത്. ഏതൊക്കെയാണ്? മ്യൂ,
ലാംഡ, ഗാമ, എപ്സിലോൺ ആൻഡ് ആൽഫ. അവരാണ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഏത് ക്ലാസ് ഓഫ് ആൻറ്റിബോഡി ആണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് അവരാണ്. അതായത് IgM ആണോ, ഡി ആണോ, ഗാമയാണോ, ജി ആണോ, ഇ ആണോ, എ ആണോ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ മ്യൂ, ലാംഡ, ഗാമ, എപ്സിലോൺ, ആൽഫ എന്നിവരാണ്. ഓക്കെ. പിന്നെ 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എൽ ചെയിൻസ് കാണുന്നുണ്ട്. ദേ ആർ ലാംഡ ആൻഡ് കപ്പ. മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 23 kD ആണ്. ഓരോ ആൻറ്റിബോഡി യൂണിറ്റിനും ഒന്നുകിൽ ലാംഡ അല്ലെങ്കിൽ കപ്പ ലൈറ്റ് ചെയിൻസ് മാത്രമാണ് കാണുന്നത്, രണ്ടും കൂടി കാണുന്നില്ല. ഓക്കെ. ഇനി ബോത്ത് ഹെവി ചെയിൻസ് ആയാലും ലൈറ്റ് ചെയിൻസിലായാലും ദേ ഹാവ് ഇൻ്റർചെയിൻ ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ്. അതും പറഞ്ഞു നമ്മൾ. അവർക്ക് എന്ത് കാണുന്നുണ്ട്? ഇൻ്റർചെയിൻ ഡൈസൾഫേറ്റ് ബ്രിഡ്ജ്. ഇൻട്രാചെയിൻ അല്ല, ഇൻ്റർചെയിൻ. അതായത് ഒരു ചെയിനിൽ തന്നെ എന്ത് കാണുന്നുണ്ട്? ഇൻ്റർചെയിൻ ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ് കാണുന്നുണ്ട്. ഇതാണ് എന്ത്? ഇൻ്റർചെയിൻ ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ് കാണുന്നുണ്ട്. ഫോർ എവറി 90 അമിനോ ആസിഡ് റെസിഡ്യൂ. ഓരോ 90 അമിനോ ആസിഡ് റെസിഡ്യൂ കഴിയുമ്പോൾ എന്ത് കാണുന്നുണ്ട്? ഇൻ്റർചെയിൻ ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ് കാണുന്നുണ്ട്. വിച്ച് ക്രിയേറ്റ്സ് പോളിപെപ്റ്റൈഡ് ലൂപ്സ്. അപ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? പോളിപെപ്റ്റൈഡ് ലൂപ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലേ? ലൂപ്സ് ഓഫ് 110 അമിനോ ആസിഡ്സ്. ഒരു ലൂപ്പ് എന്ന് പറയുന്നത് 110 അമിനോ ആസിഡുള്ള ലൂപ്പാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇതിപ്പോൾ എന്താണ്? ഇത് ഹെവി ചെയിൻ ആണ്, അല്ലേ? ഇത് ഹെവി ചെയിൻ ആണ്. ഇത് രണ്ടും ഈ പച്ച, ഈ നീല രണ്ടെണ്ണം എന്താണ്? ലൈറ്റ് ചെയിൻ ആണ്. അപ്പോൾ ഇതിലെ ഈ പോർഷന്, ഈ മുകളിൽ കൊടുത്തുള്ള പോർഷൻ എന്താണ്? ഈ ഓറഞ്ച് കളറിൽ റൗണ്ട് ഇട്ടുള്ള പോർഷനാണ് വാരിയബിൾ റീജിയൻ എന്ന് പറയും. ആൻഡ് ഇതാണ് എന്ത്? കോൺസ്റ്റൻറ്റ് റീജിയൻ. ഇങ്ങനെ ഈ റോസ് കളറിൽ റൗണ്ട് ഇട്ടുള്ള ഭാഗമാണ് എന്ത്? കോൺസ്റ്റൻറ്റ് റീജിയൻ. ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ എന്താണ് ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തതാണ് വാരിയബിൾ റീജിയൻ. ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? ഹെവി ചെയിനും ലൈറ്റ് ചെയിനും എന്ത് കാണാം? ഇൻ്റർചെയിൻ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്. ഇൻ്റർചെയിൻ എന്ന് പറയുമ്പോൾ എന്താ? ആ ചെയിനിൽ തന്നെയുള്ള ചെയിൻ്റെ ഉള്ളിലുള്ള ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് കാണുന്നുണ്ട്. ഇതാ ഇവിടെ ഈ ലൂപ്പ് ഫോം ചെയ്തുണ്ടോ? ഇവിടെ VH എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ഇവിടെ ഒരു ലൂപ്പാണ് കാണുന്നില്ലേ? പിന്നെ ഇവിടെ ലൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൂപ്പ് ഫോം ചെയ്യുന്ന എപ്പോഴാണ്? ഇൻ്റർചെയിൻ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് കാണുന്നുണ്ട്. ഓരോ 90 അമിനോ ആസിഡ് കഴിയുമ്പോഴും എന്ത് കാണാം? ഇൻ്റർചെയിൻ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് കാണാം. അവരെന്ത് ഫോം ചെയ്യുന്നു? പോളിപെപ്റ്റൈഡ് ലൂപ്സ് ഫോം ചെയ്യുന്നു. ലൂപ്സ് ഓഫ് 110 അമിനോ ആസിഡ്സ്. 110 അമിനോ ആസിഡ്സിൻ്റെ ലൂപ്പാണ് എവിടെ കാണുന്നത്? അവിടെ കാണുന്നത്. ഓക്കെ. ദീസ് ഡൊമൈൻസ് ആർ റെഫേർഡ് ടു ആസ് VH, VL, CH1, CH2 ആൻഡ് CH3. നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഓക്കെ. ഇത് VH, ഇതെന്താണ്? ഇത് VL, ഇതെന്താണ്? CH1, ഇത് CH2, ഇത് CH3. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ VH, അതുപോലെ തന്നെ എന്താണ്? ഇത് VL, ഇത് CH1, CH2, CH3. ഓക്കെ. അതാണ് എന്ത്? അതിനെ വിളിക്കുന്ന പേര്, ആ ലൂപ്പുകൾ വിളിക്കുന്ന പേരാണ് VH, VL, CH1, CH2, CH3. ആൻഡ് ദേ ഹാവ് പർട്ടിക്കുലർ ഫങ്ഷണൽ പ്രോപ്പർട്ടീസും കാണുന്നുണ്ട്. VHും VLും എന്താണ്? ദേ ആർ ടുഗദർ ഫോം ദ ബൈൻഡിങ് സൈറ്റ് ഫോർ ആൻറ്റിജൻസ്. ഈ VHും VLും ഇവിടെ VHും VLും എന്ത് ചെയ്യുന്നു? ഇതാണ് വാരിയബിൾ റീജിയൻ. V എന്ന് പറയാൻ കാരണം അത് വാരിയബിൾ റീജിയൻ ആണ്. ഇവിടെ C എന്ന് പറയാൻ കാരണം ഇത് കോൺസ്റ്റൻറ്റ് റീജിയൻ ആണ്. ഓക്കെ. അപ്പോൾ CH എന്ന് പറയുമ്പോൾ എന്താണ്? കോൺസ്റ്റൻറ്റ് റീജിയൻ ഓഫ് ഹെവി ചെയിൻ. ഇതെന്താണ്? VH എന്ന് പറയുമ്പോൾ എന്താണ്? വാരിയബിൾ റീജിയൻ ഓഫ് ഹെവി ചെയിൻ. VL എന്ന് പറയുമ്പോൾ എന്താണ്? വാരിയബിൾ റീജിയൻ ഓഫ് ലൈറ്റ് ചെയിൻ. ഓക്കെ. അപ്പോൾ ഈ VHും VLും കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്തത്? നമ്മൾ കഴിഞ്ഞ പിക്ചറിൽ പറഞ്ഞു. ഈ VHും VLും കൂടി ഇത് ഹെവി ചെയിൻ്റെ വാരിയബിൾ റീജിയൻ. അപ്പോൾ ഇത് ഈ VHും ഈ ലൈറ്റ് ചെയിൻ്റെ വാരിയബിൾ റീജിയൻ. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നു? ഇതാണ് എന്ത്? ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത്. ഇതുമാണ് ആൻറ്റിജനെ ബൈൻഡ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ. This type of structure is characteristic of many other molecules which are thus said to belong to the immunoglobulin gene superfamily. Okay. The N-terminal half of the heavy chain and all of the light chain together make up what is called a Fab fragment. Okay. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെന്താണ്? N-terminal ആണ്. C-terminal ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ N-terminal half of heavy chainൻ്റെ N-terminal half and all of the light chain together make up എന്ത്? What is called a Fab fragment. ഈ ഫ്രാഗ്മെൻറ്റ്, ഇത് ഹെവി ചെയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതെന്താണ്? N-terminal half ഓഫ് ഹെവി ചെയിൻ്റെ N-terminal ഹാഫും അതുപോലെ തന്നെ ലൈറ്റ് ചെയിൻ അകത്തല്ലേ ഉള്ളൂ. അപ്പോൾ ലൈറ്റ് ചെയിൻ ഫുള്ളായിട്ടും എന്ത് ചെയ്യുന്നു? മേക്കപ്പ് ദ ഫാബ് ഫ്രാഗ്മെൻറ്റ്. ഈ ഫ്രാഗ്മെൻറ്റിന് പറയുന്ന പേരാണ് എന്ത്? ഫാബ് ഫ്രാഗ്മെൻറ്റ്. ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ ഫാബ് ഫ്രാഗ്മെൻറ്റ്. ഈ ഫാബ് ഫ്രാഗ്മെൻ്റ് ആണ് എന്തിനെ ഫംഗ്ഷൻ ചെയ്യുന്നത്? ആൻറ്റിജനായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഫാബ് ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് എന്ത്? ഫാബ് ഫ്രാഗ്മെൻറ്റ്. ഇതാണ് എന്തിനായിട്ട് ബൈൻഡ് ചെയ്യുന്നത്? ആൻറ്റിജനായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഭാഗമാണ് ഇത്. And contains the antigen binding site. Okay. The actual binding site of the antibody is composed of N-terminal quarter of the heavy chain combined with N-terminal half of the L chain. Okay. അപ്പോൾ N-terminal half of quarter of heavy chainും N-terminal half of the light chain കൂട്ടാണ് എന്ത് വരുന്നത്? ആക്ച്വൽ ബൈൻഡിങ് സൈറ്റ് ഓഫ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ഇനി അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് ദീസ് റീജിയൻസ് ഡിഫർ ഫ്രം വൺ ആൻറ്റിബോഡി ടു അനദർ. അപ്പോൾ ഒരു ആൻറ്റിബോഡി നിന്ന് മറ്റേ ആൻറ്റിബോഡി ആകുമ്പോൾ ഇവർ അമിനോ ആസിഡ് സീക്വൻസ് ഈ വാരിയബിൾ റീജിയൻ്റെ
ഇതിനെ വാരിയബിൾ റീജിയൻ എന്നാണ് പറയുക നമ്മൾ ഈ റീജിയനെ. അത് എന്തുകൊണ്ടാണ് ഈ വാരിയബിൾ റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ? കാരണം അവരുടെ ഒരു എന്താണ് ആൻറ്റിബോഡിയിൽ നിന്ന് മറ്റേ ആൻറ്റിബോഡി നോക്കുമ്പോൾ അവരുടെ അമിനോ ആസിഡ് സീക്വൻസ് ഈ ഭാഗത്ത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അവരെന്ത് പറയുന്നത്? ദേ ആർ കോൾഡ് ആസ് വാരിയബിൾ റീജിയൻസ് അല്ലെങ്കിൽ വി റീജിയൻസ്. ഓക്കെ, ആൻഡ് കണ്ടെയ്ൻ അമിനോ ആസിഡ് റെസിഡ്യൂസ് ഇൻവോൾവ്ഡ് ഇൻ ബൈൻഡിങ് ആൻഡ് ആൻറ്റിജൻ ഡിറ്റർമിൻ. അവരിൽ എന്ത് കാണുന്നുണ്ട്? ആൻറ്റിജനായിട്ട് ഒരു ആൻറ്റിജൻ ഡിറ്റർമിനായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള അമിനോ ആസിഡ് റെസിഡ്യൂസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതാണ് ഫാബ് ഫ്രാഗ്മെൻറ്റ്. ഈ ഭാഗത്ത് നമ്മൾ എന്ത് പറയുന്നു? ഫാബ് റീജിയൻ എന്ന് പറയുന്നു. കാരണം ഇത് ആൻറ്റിജൻ ബൈൻഡിങ് റീജിയനാണ്, അതിന് ഫാബ് റീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വി എന്ന് പറയാം, വാരിയബിൾ റീജിയൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വാരിയബിൾ റീജിയൻ എന്ന് പറയാൻ കാരണം അവരുടെ അമിനോ ആസിഡ് റെസിഡ്യൂസ് ഒരു ആൻറ്റിബോഡിയിൽ നിന്ന് അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് വാരിയബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ ലൈറ്റ് ചെയിൻസ് ഓഫ് ഈച്ച് കണ്ടെയ്ൻ അബൌട്ട് 214 അമിനോ ആസിഡ്സ് ഇൻ ഡൊമൈൻ. ലൈറ്റ് ചെയിൻസ് ഓഫ് ഈച്ച് കണ്ടെയ്ൻ അബൌട്ട് 214 അമിനോ ആസിഡ്സ് ആണ് ലൈറ്റ് ചെയിൻസിൽ കാണുന്നത്. ആൻഡ് ഇൻ സി ടെർമിനൽ ഡൊമൈൻ ഓഫ് ദ അമിനോ ആസിഡ് സീക്വൻസ് ആർ ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ആൻഡ് ദ സീക്വൻസസ് ഇൻ എൻ ടെർമിനൽ ആർ വെരി ഡിഫറെൻറ്റ്. ഓക്കെ, സി ടെർമിനൽ എന്ന് പറയുമ്പോൾ ഇതാണ് സി ടെർമിനൽ അല്ലേ. സി ടെർമിനൽ ഡൊമൈനിൽ അമിനോ ആസിഡ് സീക്വൻസ് ഐഡൻറ്റിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്? അവരെ കോൺസ്റ്റൻറ്റ് റീജിയൻസ് എന്ന് വിളിക്കുന്നു. ഫോർ ദീസ് റീസൺസ് ദീസ് ടു ഡൊമൈൻസ് ആർ ഓഫ് എ ലൈറ്റ് ചെയിൻ ആർ റെഫേർഡ് ടു ആസ് കോൺസ്റ്റൻറ്റ് എൽ അല്ലെങ്കിൽ സി എൽ എന്ന് വിളിക്കാം. ഇതിന് സി എൽ വിളിക്കാം. ഇത് സി എൽ ആണ്. ആൻഡ് വാരിയബിൾ റീജിയൻസ് വി എൽ റീജിയൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺസ്റ്റൻറ്റ് റീജിയൻ, ഇത് ലൈറ്റ് ചെയിൻ്റെ. അതുപോലെ തന്നെ ഇത് ഹെവി ചെയിൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയൻസ് ആണ്. അവിടെ അമിനോ ആസിഡ് സീക്വൻസ് ഐഡൻറ്റിക്കലാണ്. പക്ഷേ ഈ വാരിയബിൾ റീജിയനിൽ എന്തായിരിക്കും? വി എച്ച് വി എൽ കണ്ടോ? വി എച്ച് വി എൽ അവിടെ എന്തായിരിക്കും? അത് അമിനോ ആസിഡ് റെസിഡ്യൂസ് ഈ ആൻറ്റിബോഡിയിൽ നിന്ന് വേറെ ആൻറ്റിബോഡിക്ക് പോകുന്ന സമയത്ത് വേറെ ആൻറ്റിബോഡീസ് നോക്കുമ്പോൾ ഇവിടുത്തെ അമിനോ ആസിഡ് റെസിഡ്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ വി എച്ച് വി എൽ വാരിയബിൾ എന്ന് പറയാൻ കാരണം. ഇതൊക്കെ എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഇവിടെയൊക്കെ ഉള്ള അമിനോ ആസിഡ് സീക്വൻസ് എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ കോൺസ്റ്റൻറ്റ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ആൻറ്റിബോഡി മോളിക്യൂൾ ദ സി ടെർമിനൽ 3/4 ഓഫ് ദ ഹെവി ചെയിൻ. സി ടെർമിനൽ എന്തായിരുന്നു? ഇതാണ് സി ടെർമിനൽ എന്ന് പറയുന്നത്. സോ for most of the antibody molecule, the C-terminal 3/4 of the heavy chain and C-terminal half of the light chain. Light chain C-terminal half അതുപോലെ തന്നെ heavy chain C-terminal half എന്താണ്? കോൺസ്റ്റൻറ്റ് റീജിയൻസ് ആണ്. ആൻഡ് ആർ സെയിം ഫോർ ഓൾ ആൻറ്റിബോഡീസ്. എല്ലാ ക്ലാസ് ആൻറ്റിബോഡിക്കും IgM, IgG, IgD, എല്ലാത്തിനും എന്തായിരിക്കും? ഈ കോൺസ്റ്റൻറ്റ് റീജിയനിലുള്ള അമിനോ ആസിഡ് സീക്വൻസ് സെയിം ആയിരിക്കും. പക്ഷേ ഡിഫറെൻ്റ് ആവുന്നത് ഇവിടെയാണ്. ഈ വി അതായത് വാരിയബിൾ റീജിയനിൽ വാരിയബിൾ റീജിയനിലാണ് അമിനോ ആസിഡ് റെസിഡ്യൂസ് ഡിഫറെൻ്റ് ആവണം. അതുകൊണ്ടാണ് അതിന് വാരിയബിൾ റീജിയൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള റീജിയൻ നമ്മൾ എന്ത് പറയുന്നു? കോൺസ്റ്റൻറ്റ് റീജിയൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ദീസ് 3 regions അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് റീജിയൻസ് റാദർ ഡിറ്റർമിൻ ദ ഫേറ്റ് ഓഫ് ദ ആൻറ്റിജൻ ബൗണ്ട് ബൈ ദ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. ഇൻ പർട്ടിക്കുലർ ദ സി ടെർമിനൽ half of the heavy chain, the FC region, that is fragment that crystallized. FC region എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതാണ് FC റീജിയൻ. ഇത് ഫാബ് ആൻറ്റിജൻ ബൈൻഡിങ് പോർഷനാണ് പറഞ്ഞല്ലോ ഈ ഭാഗം. ഇതെന്താണ്? FC റീജിയൻ ആണ്. ഓക്കെ, സോ ദ FC എന്താണ്? ഇൻ പർട്ടിക്കുലർ സി ടെർമിനൽ ഹാഫ് ഓഫ് ദ ഹെവി ചെയിൻ, അല്ലെങ്കിൽ ഇതാണ് സി ടെർമിനൽ ഹാഫ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് FC region serve other functions, that is combines with complement. ഇവരെന്ത് ഈ FC region എന്താ ചെയ്യുന്നത്? ഇത് ഫാബ് ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ആൻറ്റിജനായിട്ട് ബൈൻഡ് ചെയ്യാണ് ചെയ്യുക. ഇവരെന്താ ചെയ്യുന്നത്? മാക്രോഫേജിൻ്റെ മുകളിൽ പോയിരിക്കുക, ഒക്കെയാണ് ഇവർ ചെയ്യുന്നത് ഈ FC region. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? കോംപ്ലിമെൻറ്റിനായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് സൈറ്റോഫിലിക്, ദാറ്റ് ഇസ് ബൈൻഡ്സ് ടു സർട്ടൺ ടൈപ്സ് ഓഫ് സെൽസ് സച്ച് ആസ് മാക്രോഫേജിന് മുകളിലൊക്കെ ഇവരാണ് ഈ ഭാഗമാണ് അറ്റാച്ച് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ആർ ഓൾസോ പ്രസൻറ്റ് ഓൺ ആൻറ്റിബോഡീസ് പ്രൈമർലി ഇൻ ദ FC പോർഷൻസ് ഓഫ് ഹെവി ചെയിൻസ്. ഹെവി ചെയിൻസിൻ്റെ FC പോർഷൻസിൽ എന്ത് കാണാം? നമുക്ക് കാർബോഹൈഡ്രേറ്റ്സും കാണുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഹെവി ചെയിൻ സീക്വൻസസ് എന്ന് നോക്കാം. The heavy chains of each IgG consist of about 445 amino acids in 4 domains. 4 ഡൊമൈൻസിലും കൂടിയിട്ട് ഹെവി ചെയിനിൽ എന്ത് കാണാം? 445 അമിനോ ആസിഡ്സ് കാണുന്നുണ്ട്. ഇൻ ദ സെൻറ്റർ ഓഫ് ദ ചെയിൻ ഈസ് എൻ എക്സ്റ്റെൻഡഡ് ഫ്ലെക്സിബിൾ റീജിയൻ കാണും. ചെയിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്ലെക്സിബിൾ റീജിയൻ കാണാം. സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഇൻ ദ എൻ ടെർമിനൽ ഡൊമൈൻ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഈച്ച് മൈലോമ പ്രോട്ടീൻ എക്സാമിൻ ആൻഡ് ദസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ വാരിയബിൾ റീജിയൻ. പക്ഷേ എൻ ടെർമിനൽ എൻഡിൽ ഈ ഹെവി ചെയിൻ്റെ ആയാലും എൻ ടെർമിനൽ എൻഡിൽ നമ്മൾ പറഞ്ഞില്ലേ VH, ഈ പോർഷനിൽ മാത്രം എന്താണ് VH എന്ന് പറയുമ്പോൾ VH എന്ന് പറയുന്നത് എന്താണ്? ഹെവി ചെയിൻ്റെ വാരിയബിൾ റീജിയൻ. ഇവിടെ എന്താണ്? അവിടെ മാത്രം എന്താണ്? ഡിഫറെൻ്റ് ആണ് അമിനോ ആസിഡ് സീക്വൻസസ്. അതുകൊണ്ടാണ് ഇത് VH എന്ന് പറയാൻ കാരണം. ഓക്കെ, ബാക്കിയുള്ള ഈ CH1-ലായാലും CH2-ലായാലും CH3-ലായാലും എന്താണ്? ദി സീക്വൻസ് ഇൻ അതർ 3 ഡൊമൈൻസ്, അതായത് CH1, CH2, CH3
located towards the C terminus shows very few differences and therefore forms a constant CH region. അതുകൊണ്ട് തന്നെ അവർ കോൺസ്റ്റന്റ് CH region ആണെന്ന് പറയാം. ഇനി എന്താണ് വാരിയബിൾ റീജിയൻസ്? When the amino acid sequence of many V regions from both light and heavy chains are examined, two features emerge. ഈ വാരിയബിൾ റീജിയൻസ് എന്നുള്ള ലൈറ്റ് ചെയിൻ്റെ ആയാലും ഹെവി ചെയിൻ്റെ ആയാലും ഈ വാരിയബിൾ റീജിയൻസിനുള്ള അമിനോ ആസിഡ് സീക്വൻസ് നമ്മൾ എക്സാമിൻ ചെയ്തപ്പോൾ രണ്ട് ഫീച്ചേഴ്സാണ് കണ്ടത്. ഒന്നാമത്തെ, വാരിയേഷൻ ഇൻ അമിനോ ആസിഡ് സീക്വൻസ് ഈസ് ലാർജ്ലി റെസ്ട്രിക്റ്റഡ് ടു 3 സ്മോളർ റീജിയൻസ്. അമിനോ ആസിഡ് സീക്വൻസിൻ്റെ വാരിയേഷൻസ് എവിടെയാണ്? 3 റീജിയൻസിൽ എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് വിത്തിൻ ദ എൻ്റയർ വാരിയബിൾ റീജിയൻ. അപ്പോൾ വാരിയബിൾ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഈ വാരിയബിൾ റീജിയൻ എന്ന് പറയുന്നത് അല്ലേ. ഹെവി ചെയിൻ്റെ വാരിയബിൾ റീജിയൻ ഇത്ര ഭാഗവും ലൈറ്റ് ചെയിൻ്റെ വാരിയബിൾ റീജിയൻ ഇത്ര ഭാഗമാണ്. അപ്പോൾ അതിൽ തന്നെ 3 ചെറിയ റീജിയൻസിലാണ് എന്ത് കാണുന്നത്? അമിനോ ആസിഡ് സീക്വൻസിൻ്റെ എന്താണ് ഡിഫറൻസ് അല്ലെങ്കിൽ വാരിയേഷൻ കാണുന്നത്. ആ റീജിയനെ പറയുന്ന പേരാണ് ഹൈപ്പർ വാരിയബിൾ റീജിയൻസ്. അപ്പോൾ ഈ വാരിയബിൾ റീജിയനിൽ കാണുന്ന ഭാഗമാണ് എന്ത്? ഹൈപ്പർ വാരിയബിൾ റീജിയൻസ്. ഹൈപ്പർ വാരിയബിൾ റീജിയൻസിലാണ് എന്ത് കാണുക? അമിനോ ആസിഡ് സീക്വൻസിൻ്റെ വാരിയേഷൻ കാണുന്നത്. ഹൈപ്പർ വാരിയബിൾ റീജിയൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബൈൻഡിങ് വിത്ത് ആൻറ്റിജൻ ആൻഡ് ഫോം ദ റീജിയൻ കോംപ്ലിമെൻ്ററി ഇൻ സ്ട്രക്ചർ ടു ദ ആൻറ്റിജൻ എപ്പിറ്റോപ്പ്. അപ്പോൾ ഈ റീജിയനിൽ ഹൈപ്പർ വാരിയബിൾ റീജിയനാണ് എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ആൻറ്റിജൻ എപ്പിറ്റോപ്പിനായിട്ട് പോയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഈ ഹൈപ്പർ വാരിയബിലിറ്റി ഡിറ്റർമിനിങ് റീജിയൻസ് കോൾഡ് കോംപ്ലിമെൻറ്റാരിറ്റി ഡിറ്റർമിനിങ് റീജിയൻസ്. ഹൈപ്പർ വാരിയബിലിറ്റി ഡിറ്റർമിനിങ് റീജിയൻസ് നമുക്ക് എന്ത് പറയാം? കോംപ്ലിമെൻറ്റാരിറ്റി ഡിറ്റർമിനിങ് റീജിയൻസ് അല്ലെങ്കിൽ CDRs ഓഫ് എൽ ചെയിൻ ആൻഡ് ഹെവി ചെയിൻ എന്ന് പറയാം. ലൈറ്റ് ചെയിൻ്റെയും ഹെവി ചെയിനിൻ്റെയും കോംപ്ലിമെൻറ്റാരിറ്റി ഡിറ്റർമിനിങ് റീജിയൻസ് അല്ലെങ്കിൽ CDRs എന്ന് പറയാം. ഈ ഹൈപ്പർ വാരിയബിലിറ്റി ഡിറ്റർമിനിങ് റീജിയൻസ് നമുക്ക് എന്ത് പറയാം? കോംപ്ലിമെൻറ്റാരിറ്റി ഡിറ്റർമിനിങ് റീജിയൻസ് ആണെന്ന് പറയാം. ലൈറ്റ് ചെയിൻ്റെയും ഹെവി ചെയിനിൻ്റെയും എന്താണ്? കോംപ്ലിമെൻറ്റാരിറ്റി ഡിറ്റർമിനിങ് റീജിയൻസ് ആണ് ഹൈപ്പർ വാരിയബിലിറ്റി റീജിയൻസ്. കാരണം എന്താണ്? ആ പേരിൽ തന്നെ മനസ്സിലാക്കാം, ആൻറ്റിജനായിട്ട് കോംപ്ലിമെൻ്റായിട്ട് ബൈൻഡ് ചെയ്യാനുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ കോംപ്ലിമെൻറ്റാരിറ്റി ഡിറ്റർമിനിങ് റീജിയൻസ് ആണ് എന്ത്? ഈ ഇവിടെയുള്ള ഹൈപ്പർ വാരിയബിലിറ്റി റീജിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CDRs ആണ്. ഓക്കെ, സോ CDR, CDR1, CDR2 ആൻഡ് CDR3. അവിടെ കാണുന്നത് ഏതൊക്കെയാണ്? CDR1, CDR2 ആൻഡ് CDR3. Between these hypervariable regions are regions that are relatively constant. These are called framework regions. ഈ ഹൈപ്പർ വാരിയബിൾ റീജിയൻസിന് ഇടയിലായിട്ട് നമുക്ക് എന്ത് കാണാം? റിലേറ്റീവ്ലി കോൺസ്റ്റൻ്റ് ആയുള്ള റീജിയൻസ് കാണാം. അതിനാണ് ഫ്രെയിംവർക്ക് റീജിയൻസ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ലൈറ്റ് ചെയിൻ ഹൈപ്പർ വാരിയബിൾ റീജിയൻസ്. ഇതാണ് എന്ത്? ലൈറ്റ് ചെയിൻ ഹൈപ്പർ വാരിയബിൾ റീജിയൻസ് ആണ് കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടല്ലോ, ഇവിടെ യെല്ലോ കളറിൽ 3 മാർക്ക് ഉണ്ട്. അതാണ് ലൈറ്റ് ചെയിനിൽ കാണുന്ന ഹൈപ്പർ വാരിയബിൾ റീജിയൻസ് ആണത്. അതുപോലെ തന്നെ ഈ ഹെവി ചെയിനിൽ കാണുന്ന ഹൈപ്പർ വാരിയബിൾ റീജിയൻസ് ആണ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ കാണുന്ന ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് എന്ത്? ഹൈപ്പർ വാരിയബിൾ റീജിയൻസ്. അതിൻ്റെ ഇടയിൽ കാണുന്ന എന്ത് റീജിയൻസിനെയാണ് ഫ്രെയിംവർക്ക് റീജിയൻസ് എന്ന് പറയുന്നത്. റിലേറ്റീവ്ലി കോൺസ്റ്റൻ്റ് ആയ റീജിയൻസ് എന്ന് പറഞ്ഞല്ലോ, അതാണ് ഹെവി അതാണ് ഫ്രെയിംവർക്ക് റീജിയൻസ്. ഓക്കെ, ഇനി കോൺസ്റ്റൻ്റ് റീജിയൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വാരിയബിൾ റീജിയൻ എന്താ പറഞ്ഞു? അവിടെ ഹൈപ്പർ വാരിയബിൾ റീജിയൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഹൈപ്പർ വാരിയബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ആ പറയുന്ന റീജിയൻസിന് പറയുന്ന പേരാണ് കോംപ്ലിമെൻറ്റാരിറ്റി ഡിറ്റർമിനിങ് റീജിയൻസ് എന്ന് പറയും, അല്ലെങ്കിൽ CDRs എന്ന് പറയും. CDR1, CDR2 ആൻഡ് CDR3 ആണ് കാണുന്നത്. ഇനി എന്താണ് കോൺസ്റ്റൻറ്റ് റീജിയൻ? കോൺസ്റ്റൻറ്റ് റീജിയൻ അല്ലെങ്കിൽ CH റീജിയൻ, അതായത് CH എന്ന് പറയുമ്പോൾ എന്താണ്? ഹെവി ചെയിൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയൻ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ഡൊമൈൻസ് ഈച്ച് ഓഫ് 110 അമിനോ ആസിഡ്സ്. CH1, CH2, CH3 ഇത് ഓരോന്നും 110 അമിനോ ആസിഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ആണ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദീസ് ഡൊമൈൻസ് റിസൾട്ട് ഫ്രം ദ റിപ്പീറ്റഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എ സിംഗിൾ പ്രൈമോഡിയൽ ജീൻ കോഡിംഗ് ഫോർ എ ബേസിക് ഡൊമൈൻ ഓഫ് 110 അമിനോ ആസിഡ്. ഒരു പ്രിമിറ്റീവ് ലൈറ്റ് ചെയിൻ അല്ലെങ്കിൽ ഒരു VLNCL. ഓക്കെ, ഇനി എ കംപ്ലീറ്റ് ഗാമ ചെയിൻ അല്ലെങ്കിൽ ഹെവി ചെയിൻ എന്ത് ചെയ്യുന്നു? കൺസിസ്റ്റ് ഓഫ് 1 വാരിയബിൾ ഡൊമൈൻ. ഒരു വാരിയബിൾ ഡൊമൈൻ ഉണ്ടായിരിക്കും, 1 ഹിഞ്ച് റീജിയൻ ഉണ്ടായിരിക്കും. ഒരു കംപ്ലീറ്റ് ആയുള്ള ഒരു ഗാമ ചെയിൻ ഹെവി ചെയിൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു വാരിയബിൾ ഡൊമൈൻ ഉണ്ടായിരിക്കും. ഇത് ഒരു വാരിയബിൾ ഡൊമൈൻ ഉണ്ട് അല്ലേ. ആൻഡ് ഒരു ഹിഞ്ച് റീജിയൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഹിഞ്ച് റീജിയൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ഹിഞ്ച് റീജിയൻ. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷനാണ് ഹിഞ്ച് റീജിയൻ എന്ന് പറയാം. അപ്പോൾ എന്താ പറയണത്? ഇത് ഒരു വാരിയബിൾ റീജിയൻ. ഇവിടെ എന്താണ്? ഇത് ഹിഞ്ച് റീജിയൻ ആണ്. ഇത് ദിസ് ഈസ് ഹിഞ്ച് റീജിയൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് 3 കോൺസ്റ്റൻറ്റ് ഡൊമൈൻസ്, 3 കോൺസ്റ്റൻറ്റ് ഡൊമൈൻസ് കാണാം. CH1, CH2 ആൻഡ് CH3. ദേ ആർ ലേബിൾഡ് ഫ്രം ദ ടെർമിനൽ ദാറ്റ് ഇസ് VH ആൻഡ് CH1, CH2, CH3. ഈ CH3യുടെ ഇടയിലായിട്ട് എന്താണ്? CH1ൻ്റെ CH2ൻ്റെ ഇടയിലായിട്ട് നമുക്ക് എന്ത് കാണാം? ഹിഞ്ച് റീജിയനും കാണുന്നുണ്ട്. ഓക്കെ,
ഇനി എന്താണ് ഹിഞ്ച് റീജിയൻ നോക്കാം. ഹിഞ്ച് കൺസിസ്റ്റ് ഓഫ് 12 അമിനോ ആസിഡ്സ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ CH1 ആൻഡ് CH2 ഡൊമൈൻ. CH1ൻ്റെയും CH2ൻ്റെയും ഇടയിലായിട്ട് കാണുന്ന 12 അമിനോ ആസിഡ് ഉള്ള ഒരു റീജിയനാണ് എന്ത് ഹിഞ്ച് റീജിയൻ എന്ന് പറയുന്നത്. ദ പ്രൊലൈൻ റെസിഡ്യൂസ് മേക്ക് ദ ചെയിൻ ഫ്ലെക്സിബിൾ. അവിടെയുള്ള പ്രൊലൈൻ റെസിഡ്യൂസ് ആണ് ചെയിനെ ഫ്ലെക്സിബിൾ ആക്കുന്നത്. ദിസ് ഈസ് ദ റീജിയൻ വേർ പെപ്സിൻ ആൻഡ് പെപ്പൈൻ ആക്ട്. അതുകൊണ്ട് തന്നെ പെപ്പൈൻ ക്ലീവേജ് സൈറ്റ് എന്ന് പറയാം. ഈ റീജിയനിലാണ് പെപ്സിനും പെപ്പൈൻ ആക്ട് ചെയ്യുന്നത്. ദിസ് റീജിയൻ ഓൾസോ കണ്ടെയ്ൻ ഓൾ ദ ഇൻ്റർചെയിൻ ഡൈസൾഫേറ്റ് ബോൺഡ്സ്. ഈ റീജിയനിലാണ് എന്തുണ്ടാവുക, ഇൻ്റർചെയിൻ ഡൈസൾഫേറ്റ് ബോൺഡ്സ് കാണുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ലൈറ്റ് ചെയിൻസ്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ലൈറ്റ് ചെയിൻ? ഈച്ച് immunoglobulin molecule has light chains of one of the two types regardless of the class or antigen binding ability. അവർ ആൻറ്റിജൻ ബൈൻഡിങ് എബിലിറ്റി അല്ലെങ്കിൽ ക്ലാസ്സോ നോക്കാതെ തന്നെ 2 ടൈപ്പ് ലൈറ്റ് ചെയിൻസ് ആണ് കാണുന്നത്. ദേ ആർ കപ്പ ആൻഡ് ലാംഡ. ഓക്കെ, ഒന്നും കപ്പ ആവാം അല്ലെങ്കിൽ ലാംഡ. ഓരോ ആൻറ്റിബോഡി മോളിക്യൂൾ എന്തുണ്ടാവും, ഹാസ് ലൈറ്റ് ചെയിൻസ് ഓഫ് വൺ ഓഫ് ദി 2 ടൈപ്സ് ആണ് കാണുന്നത്. ദേ ആർ ഒന്നും കപ്പ അല്ലെങ്കിൽ ഒന്ന് ലാംഡ. ഓക്കെ, അത്രയാണ് നമുക്ക് പറയാനുള്ളത് ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഏതൊക്കെയാണ് സ്ട്രക്ചർ ഓഫ് IgM, IgD, IgG, IgE അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടീസും നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് മെയിൻലി അതിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് പറഞ്ഞത്. ഹെവി ചെയിൻ, ലൈറ്റ് ചെയിൻ, പിന്നെ അവിടെ കാണുന്ന റീജിയൻസ് ഒക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഓക്കെ, താങ്ക് യു.